ഇവിടെ കോൺഗ്രസിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ സമയത്ത് രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ എന്തിനാണ്? INC കേരള എക്സ് ഹാൻഡിലാണ് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ഒരു മുൻ മന്ത്രി കൂടിയായ ഫവാദ് ഹുസൈൻ. മറ്റ് പല പാകിസ്ഥാൻ നേതാക്കളും തീവ്രവാദ സംഘടനകളുമൊക്കെ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തിനാണ് ഇങ്ങനെ അവരുടെ നാവായി നമ്മൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്? നോക്കൂ, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി ഈ സംഭവം, പഹൽഗാമിലെ സംഭവം ഉണ്ടായ ഉടനെ അദ്ദേഹം അത് പ്രതികരിച്ചതാണ്. അതിനുശേഷം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ അദ്ദേഹവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പങ്കെടുത്തതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ രാജ്യം ഒറ്റക്കെട്ടായി ഈ തീവ്രവാദ അക്രമത്തെ എതിർക്കുവാൻ രാജ്യം പ്രതിപക്ഷവും സർക്കാരിനൊപ്പവും ഇന്ത്യക്കൊപ്പവുമാണ് എന്ന് പ്രഖ്യാപിച്ചതാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ആകെ 5 വരിയിൽ എഴുതിയ ഒരു ലെറ്റർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ അക്രമത്തെക്കുറിച്ച് ഹൗസ് ഔട്ട്റേജഡ് എവറി ഇന്ത്യൻ, ഈ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ സംഭവത്തെക്കുറിച്ച് അത് ഇന്ത്യയുടെ ഓരോ ഇന്ത്യൻ സിറ്റിസണും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും അത് വേദനയുള്ള കാര്യമാണ്. ഇന്ത്യ മസ്റ്റ് ഷോ ദാറ്റ് വി വിൽ ഓൾവേസ് സ്റ്റാൻഡ് ടുഗദർ എഗെയിൻസ്റ്റ് ടെററിസം. പിന്നെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് യോഗം വിളിക്കുന്നത്? ക്യാൻ ഷോ ദാറ്റ് ദെയർ യൂണിറ്റി ആൻഡ് ഡിറ്റർമിനേഷൻ. ഇന്ത്യക്കാരുടെ യൂണിറ്റിയും ഡിറ്റർമിനേഷനും അത് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പാർലമെൻറ്റിലെ ഇരുസഭകളും വിളിക്കണമെന്ന് 5 വരിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എഴുതി കൊടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രസിഡന്റും എഴുതി കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിൽക്കുന്നു. നിങ്ങൾ രോഹിണി അത് കാണുന്നില്ല. രോഹിണിയുടെ കുറ്റമല്ല, രോഹിണിയുടെ കണ്ണിന്റെ കുഴപ്പമല്ല. ആ കണ്ണ് അവിടെയൊക്കെ പോകണ്ട എന്ന് രോഹിണി തീരുമാനിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രത്യേക സെഷൻ വിളിക്കണം, അങ്ങനെ ഒരു പ്രത്യേക പാർലമെന്റ് സെഷൻ വിളിക്കണം എന്ന് പറയുന്ന അതേ താങ്കളത് പറഞ്ഞില്ലല്ലോ. താങ്കളത് പറഞ്ഞില്ല. അങ്ങനെ ഒരു സെഷൻ വിളിക്കണം എന്ന് പറയുന്ന കോൺഗ്രസ് ആണ് ദോഷയ്ക്കെതിർക്കായി ഈ സംഭവത്തെ താങ്കൾ ഉൾപ്പെടുന്ന ഈ മീഡിയ അവിടെയാണ് ഇരട്ടത്താപ്പാണ് ചോദിച്ചത്. ശ്രീ PM നിയാസ് ഇരട്ടത്താപ്പാണ് ചോദിച്ചത് കോൺഗ്രസിന്റെ. കാരണം ഇത് ചർച്ച ചെയ്യാൻ പ്രത്യേക സെഷൻ വിളിക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണ്? ഭാരതത്തിന്റെ സെക്യൂരിറ്റി എവിടെയാണ്? നമ്മൾ എങ്ങനെ ഈ രാജ്യത്ത് സേഫായി നിൽക്കും എന്നുള്ളത് കോൺഗ്രസ് കേരളയുടെ എക്സ് പോസ്റ്റിൽ വന്നു എന്നുള്ളതാണ്. അത് പാകിസ്ഥാനിലെ ഒരു മുൻ മന്ത്രി അടക്കം അത് ഷെയർ ചെയ്യണമെങ്കിൽ അത് എത്രമാത്രം അപഹാസ്യമാണെന്നാണ് ചോദിച്ചത്. അത് മാത്രമല്ല, ഈ സമയത്താണല്ലോ കോൺഗ്രസിൻ്റെ മറ്റൊരു പോസ്റ്റ് വന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ രൂപസാദൃശ്യമുള്ള തലയില്ലാത്ത ഒരു പോസ്റ്റ്. അതിലവർ ഇട്ടിരുന്നത് സിമ്മദാരി കെ സമയ് ഗായബ് ഹോ ഗയ എന്ന് പറഞ്ഞിട്ട്. എവിടെയാണ്, ആരാണ് ഗായബ് ഹോ ഗയത് മാറി നിന്നത്? കൃത്യമായ പ്രസ്താവന പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നില്ലേ? അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു, മറ്റൊരു ഭാഗത്ത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പ്രത്യേക പാർലമെന്റ് സെഷൻ വിളിക്കണം എന്നാവശ്യപ്പെടുന്നു. ഇതെന്ത് ഇരട്ടത്താപ്പെന്നാണ് ചോദിക്കുന്നത്. ഒരുമിച്ച് ഭാരതത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടാൻ വേണ്ടുന്ന ഈ സമയത്ത് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? അതുമാത്രമാണ് ചോദിച്ചത്. രോഹിണി, താങ്കൾ എന്നോട് 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന താങ്കളുടെ ചോദ്യങ്ങൾ ഞാൻ സശ്രദ്ധം കേട്ടതാണ്. ദയവ് ചെയ്ത് അതിന് മറുപടി പറയാൻ അങ്ങ് അനുവദിക്കണം. അതിനിടയിൽ കയറി താങ്കൾ വീണ്ടും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോയാൽ ഈ ചർച്ച എവിടെയും എത്തില്ല. ശബ്ദം കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലെ ശബ്ദം ഉന്നയിക്കും, ചർച്ച ഒരിക്കലും എത്തില്ല. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ്, പ്രതിപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു. അത് കേൾക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ പ്രധാനമന്ത്രിക്കും നിങ്ങളുടെ BJPക്കും RSS സംഘപരിവാറുകൾക്കും നേരമില്ല. അവർക്ക് ആവശ്യം എങ്ങനെയെങ്കിലും ഈ സംഭവം അത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളും ഹൈന്ദവ ഭൂരിപക്ഷവും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റി ബീഹാറിൽ ഞങ്ങൾക്ക് വിജയം നേടണം. ഇത് രാഷ്ട്രീയമാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യം ഇതുപോലെ മതേതരത്വവും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും എല്ലാവരും ഒരുപോലെ മുന്നോട്ട് പോകണം. എല്ലാവരും ഒന്നിച്ചു നിന്ന്
ഈ തീവ്രവാദ ആക്രമണത്തിനെതിരായി ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് യൂണിറ്റിയും ഇതിൻ്റെ ഡിറ്റർമിനേഷനും ലോകത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഇന്ത്യയുടെ പാർലമെൻറ്റ് വിളിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഡെമോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അത് പറഞ്ഞാൽ എന്ത് തെറ്റാണ് ഉണ്ടാവുക? പിന്നെ രണ്ടാമത് താങ്കൾ പറഞ്ഞത്, ഞാൻ ഓരോന്നിലേക്ക് കടക്കാം. താങ്കൾ പറഞ്ഞത് ഈ സംഭവം മാത്രമല്ല, ഇതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതിനു മുമ്പ് നമ്മൾ ഏറ്റവും പ്രധാനമായി നമുക്കുണ്ടായിരുന്ന അക്രമങ്ങൾ എന്തായിരുന്നു? കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളുണ്ടായിരുന്ന അക്രമം അത് ഏറ്റവും പ്രധാനപ്പെട്ട അക്രമമായിരുന്നില്ലേ? പുൽവാമയിൽ. ആ പുൽവാമയിലെ അക്രമത്തെക്കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ അവിടെ നടന്ന അക്രമം, ആ അക്രമത്തെക്കുറിച്ച് പറഞ്ഞത് ആരാ? സത്യപാൽ മാലിക്. അദ്ദേഹത്തെ ജമ്മു കാശ്മീരിലെ ഗവർണറാക്കി നിയമിച്ചത് ഞങ്ങളല്ലല്ലോ, പ്രതിപക്ഷമല്ലല്ലോ, കോൺഗ്രസ് അല്ലല്ലോ. താങ്കളും ഇന്നും അന്നും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നോമിനിയായിട്ട് പോയതല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? ലോകത്തിന് മുമ്പിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞില്ലേ, ആ പുൽവാമയിൽ ഞങ്ങൾ 1000 വട്ടം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോട് അത് രക്ഷിക്കുവാൻ, അവർക്ക് ഒരിക്കലും കൊലക്ക് കൊടുക്കാതിരിക്കാൻ അവർക്ക് ഒരു വിമാനം അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ BSFന്റെ ആയിരക്കണക്കിന് നൂറുകണക്കിന് സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന BSFന്റെയും CRPFന്റെയും ഇന്ത്യയുടെ മിലിറ്ററിയുടെയും വിമാനമുണ്ടായപ്പോൾ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും തേരാപ്പാര നടക്കുവാൻ, ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടക്കുവാൻ കൊടുക്കുന്ന ആ സംവിധാനം, ആ പാവങ്ങളെ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൊടുക്കാൻ കഴിയാതിരുന്നത് ബോധപൂർവമാണ്. അങ്ങനെ ബോധപൂർവമുണ്ടാക്കിയ പുൽവാമയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയുകയുമില്ല. പക്ഷെ പറഞ്ഞത് അന്നത്തെ ജമ്മു കാശ്മീരിൻ്റെ ഗവർണറാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇന്ന് ഞങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ട്. ഞങ്ങളത് പറഞ്ഞല്ലോ. ഇന്ത്യയുടെ 1ാമത്തെ മീറ്റിങ്ങിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞങ്ങൾ ചോദിച്ചല്ലോ. അപ്പോൾ അവിടെ അതിന് മറുപടി പറഞ്ഞ അതിന് പട്ടാള ഉദ്യോഗസ്ഥർ പറഞ്ഞത് ലാബ്സ് ഉണ്ടായിട്ടുണ്ട്, സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ട്. ആ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാവുന്നതിന് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുന്ന നമ്മുടെ തദ്ദേശീയരായ ആളുകൾ അവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അത് തുറന്നു കൊടുത്ത വിവരം ഞങ്ങളെ പട്ടാളത്തിനെയും ബന്ധപ്പെട്ടവരെയും അറിയിക്കുന്നതിൽ തടസ്സമുണ്ടായി. ആരാണ് ഉത്തരവാദി? ഈ കാശ്മീർ, നിങ്ങൾക്കറിയാം, കാശ്മീർ 2ആക്കി പകുത്തു. ഒരു ഭാഗം കാശ്മീർ നമ്മുടെ കേന്ദ്രത്തിൻ്റെ നേരിട്ട് കീഴിലാണ്, മറ്റൊന്നത് കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ലെഫ്റ്റനന്റ് ഗവർണർ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി അത് കാശ്മീർ മാറ്റിയിരിക്കുന്നു. 2 സ്ഥലത്തിൻ്റെയും പോലീസിൻ്റെ ഉത്തരവാദിത്വം അത് ആഭ്യന്തരമന്ത്രിക്കാണ്. ഈ ഞങ്ങളിതൊക്കെ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ എന്തോ വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. 2012 ബോംബെയിൽ വെച്ച് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രി ചോദിച്ച ചോദ്യം ഞങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാട്ടാണല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം പാട്ടാണല്ലോ. അന്ന് അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ഇതുപോലെ തീവ്രവാദികൾ വരുമ്പോൾ അവരെ അതിർത്തിയിൽ തടഞ്ഞു നിർത്തേണ്ടതിന് ഉത്തരവാദിത്വം BSFനല്ലേ, തീരരക്ഷ സേനയ്ക്കല്ലേ, അതുപോലെ CRPFനും സൈന്യത്തിനുമല്ലേ? അവരെവിടെയായിരുന്നു? അവിടെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ ഡിഫൻസ് മന്ത്രിയുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും കയ്യിൽ ആ സുരക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. ഇവിടെ 5 ദിവസമായി ഈ സംഭവം കഴിഞ്ഞിട്ട്. ആ സംഭവം ഇതുവരെയും ഒരാളെ പോലും പിടിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാനിനെ ഈ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ലോകത്തിന് മുമ്പിൽ അവരെ പിടിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചുവോ? നിങ്ങൾക്ക് ബോംബെയിൽ ഒരു അക്രമം ഉണ്ടായപ്പോൾ അന്ന് അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അതിൻ്റെ കുറ്റം, അത് സെക്യൂരിറ്റി പാളിച്ചുണ്ടായി അല്ലെങ്കിൽ ഇന്റലിജൻസ് പാളിച്ചുണ്ടായി എന്നതിൻ്റെ പേരിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശിവരാജ് പാട്ടീലിനോട് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ രാജി എഴുതി വാങ്ങി പകരം കൊള്ളാവുന്ന ഒരു ആഭ്യന്തരമന്ത്രിയെ വെച്ച് ആ ക്രൈസിസ് മാനേജ് ചെയ്തുകൊണ്ടായി. ഇന്ന് ആ സുരക്ഷയ്ക്ക് പാളിച്ച ഉണ്ടായി എന്ന് സമ്മതിച്ച ഒരു സംവിധാനത്തിൽ ആഭ്യന്തരമന്ത്രിയെങ്കിലും ഒന്ന് വകുപ്പ് മാറ്റാനെങ്കിലും ധൈര്യമുള്ള ഒരു ഭരണകൂടം, ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇല്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളണ്ട. ഞങ്ങളുടെ രാജ്യത്തിന് എതിരായുള്ള ആളുകളാണ്. രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഈ ടെററിസത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ഇന്ദിരാഗാന്ധി നമുക്ക് നഷ്ടപ്പെട്ടു. രാജീവ് ഗാന്ധിയുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. എത്ര ആളുകളാണ് ഈ ടെററിസത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നിങ്ങളുടെ പാർട്ടിക്ക് നേട്ടം മാത്രമല്ലേ ഉള്ളൂ. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതുപോലെ ഓരോ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി അത് പൊളിറ്റിക്കലൈസ് ചെയ്ത് അത് രാജ്യത്തിന്റെ ആളുകൾ തമ്മിൽ തെറ്റിക്കുവാനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്ന മനുഷ്യരെ തമ്മിൽ അടിപ്പിച്ച് കൊന്ന് അതിന്റെ ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ മനോഭാവത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഞങ്ങളെ ആരും നിങ്ങൾ കുറ്റം പറയേണ്ട. രാജ്യസ്നേഹം ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ PM നിയാസ്, ഒരു ചോദ്യം കൂടി. അങ്ങനെയാണെങ്കിൽ റോബർട്ട് വദ്ര പറഞ്ഞ പരാമർശം താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഭീകരാക്രമണം നടന്നു കഴിഞ്ഞതിന് ശേഷം ഭാരതത്തിലെ
മുസ്ലിങ്ങൾ, ഇസ്ലാം ജനത അരക്ഷിതരാണ് എന്ന തോന്നലിൽ നിന്നാകണം ഈ ഭീകരാക്രമണം ഉണ്ടായതെന്നുള്ളത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് അത്തരമൊരു പരാമർശം വന്നത്? സിദ്ധരാമയ്യയുടെ പ്രസ്താവന താങ്കൾ കണ്ടിരിക്കുമല്ലോ. പാകിസ്ഥാനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത്. താങ്കൾ കഴിഞ്ഞ കാല ചരിത്രമൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. ഗാൽവൻ വിഷയത്തിൽ എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? അതിർത്തി കടന്ന് വന്നിട്ടില്ല എന്നുള്ളതിനെ അതിർത്തി കടന്നു വന്നത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് പറയാൻ ഇത്ര ഭയം എന്നുള്ളതായിരുന്നു രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ചൈന അതിർത്തി കടന്ന് ഇന്ത്യൻ പ്രദേശം പിടിച്ചെടുത്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. താങ്കൾ പുൽവാമയെക്കുറിച്ച് പറഞ്ഞു. ബലാക്കോട്ടിൽ തിരിച്ചടി കൊടുത്തപ്പോൾ അതിന് തെളിവുണ്ടോ എന്ന് കോൺഗ്രസ് ചോദിച്ചു. അപ്പോൾ അത് കോൺഗ്രസ് വച്ചു പുലർത്തുന്ന നിലപാട് എന്താണ്? ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടിയിൽ നിങ്ങളെ RSSന്റെയും അതുപോലെ സംഘപരിവാറിനെ പോലെ വായ അടച്ച് അവരെ എല്ലാം സീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സീൽഡ് രാഷ്ട്രീയമല്ല. ഞങ്ങളുടെ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ പാർട്ടി വർക്കിംഗ് കമ്മിറ്റി കൂടി ആ വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം ഇന്ത്യയിലാകമാനം എല്ലാവർക്കും അത് വെളിപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയത് നിങ്ങളെല്ലാം കണ്ടതാണ്. ഇന്ത്യയുടെ കോൺഗ്രസിന്റെ തീരുമാനം ഞങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷത്തിന്റെ തീരുമാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞു. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തികൾ അവർ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസിന്റെ തലയിൽ വെക്കേണ്ട കാര്യമില്ല. പിന്നെ കർണാടകത്തിന്റെ മുഖ്യമന്ത്രി തിരുത്തിയല്ലോ, അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അതിങ്ങനെ നിങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കുകയാണ്. യുദ്ധം അതേക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം തിരുത്തി അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾക്ക് പ്രശ്നമല്ല, തിരുത്തിയെന്ന് നിങ്ങൾക്ക് പറയാൻ തയ്യാറല്ല. പിന്നെ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും നിങ്ങൾ ഉഴുതെടുക്കുന്ന രീതിയിൽ നിങ്ങൾ അത് വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ആവശ്യം എന്താ? ഈ പ്രശ്നം ഇന്ത്യയുടെ മൊത്തം എല്ലാവർക്കും ബാധിച്ച പ്രശ്നമാണ് എന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അല്ല, ഇത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് മാറ്റി മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? രാജ്യത്തെ വീണ്ടും തകർക്കുവാൻ, രാജ്യത്തിന്റെ ഈ ആളുകൾ അക്രമം ഉണ്ടാവുമ്പോൾ അതിൽ നിന്നും നേട്ടം കൊയ്യുവാൻ, പാർട്ടിക്ക് നേട്ടം കൊയ്യുവാൻ, സ്വന്തം നേട്ടം കൊയ്യുവാൻ. അതിൽ നിന്ന് ആരാണ് നേട്ടം കൊയ്തത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. സമൂഹ മാധ്യമ പോസ്റ്റുകൾ പാകിസ്ഥാനാണ് പങ്കുവയ്ക്കുന്നത്. പാകിസ്ഥാനിലെ നേതാക്കളും ഭീകര സംഘടനകളുമാണ് പങ്കുവയ്ക്കുന്നത്. ആരുടെ? ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ പോസ്റ്റുകൾ. അവർ പറയുകയാണ്, കണ്ടില്ലേ, രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര കലഹം തന്നെ കണ്ടില്ലേ എന്ന് പറഞ്ഞ്. അത്തരത്തിൽ ഇതിനെ ഒരു വിഷയമാക്കിയതാരാണ്? അതാണ് ചോദിച്ചത്. അഖണ്ഡതയ്ക്ക് തുരങ്കം വയ്ക്കുന്നത് ആരാണ് എന്നുള്ള. താങ്കളിലേക്ക് എത്താം. സംസ്ഥാന മുഖ്യമന്ത്രി ആയപ്പോ ഇതുപോലെ പറഞ്ഞപ്പോ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? താങ്കളിലേക്ക് എത്താം ശ്രീ PM നിയാസ്.